SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് മാധ്യമങ്ങളോട് സംസാരിക്കാം. അല്ല, ദേശീയ വിദ്യാഭ്യാസ നയം ഇന്നിപ്പോൾ ലോ ഓഫ് ദ ലാൻഡാണ്, രാജ്യത്തെ നിയമമാണ്. രാജ്യത്തെ നിയമം ഇവിടെ നിലനിൽക്കുമ്പോഴും ഇപ്പോൾ FIUGP രാജ്യത്തെ സർക്കാർ വിഭാവനം ചെയ്തതുപോലെയല്ല കേരളം നടപ്പിലാക്കുന്നത്. ഇപ്പോൾ സമാനമായ നിലയിൽ PM ശ്രീയിൽ ഏതെങ്കിലും വിധത്തിൽ അത്തരത്തിലുള്ള തെറ്റായ നയങ്ങളുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാതെ ഇന്ന് കേരളത്തിലെ സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന ഇടതു മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ അത് നടപ്പിലാക്കാവൂ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ തീരുമാനിക്കപ്പെടുന്നത് ആരാണ്, എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുകയും അതിലെ ഈ പരിമിതികളിൽ നിന്ന് താങ്കൾ തന്നെ പറയുകയുണ്ടായി. ആ പരിമിതി എന്ന് പറയുന്നത് സർക്കാരിന് മുമ്പിൽ അപ്പോഴും നിൽക്കുകയാണ്. അല്ല, അതിപ്പോൾ എല്ലാ കാര്യത്തിലും ഉണ്ട്. അപ്പോൾ 1957 ഇപ്പോൾ ഇവിടെ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ തോട്ടം മേഖലയെ കോർപ്പറേറ്റുകൾ എഴുതുന്ന ഒഴിവാക്കണം എന്ന് പറഞ്ഞ് അന്ന് തീരുമാനമെടുത്തത് രാജ്യത്തെ സർക്കാരായിരുന്നു. അപ്പോൾ രാജ്യത്തെ സർക്കാരിന് ഇവിടെ ഭരണഘടനാപരമായിട്ടുള്ള ചില അധികാരങ്ങൾ കൂടുതലുണ്ട്, പ്രത്യേകിച്ച് കൺകറന്റ് ലിസ്റ്റിൽ നിൽക്കുന്ന വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം. അപ്പോഴും ഞങ്ങൾ ആവർത്തിക്കുന്നു, ഞങ്ങളുടെ നിലപാട് അതുതന്നെയാണ്, ഞങ്ങളുടെ ആശങ്ക അതുപോലെ തന്നെ നിലനിൽക്കുന്നു. അത് ആ നിലയിൽ തന്നെ സർക്കാർ പരിഗണിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വർഗീയ കാഴ്ചപ്പാടുകളുള്ള പാഠഭാഗങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയത്തിൽ തന്നെ കാതലായ മാറ്റം വരാൻ പോകുന്ന സംവിധാനമാണ്. അപ്പൊ അത്തരമൊരു ഘട്ടത്തിൽ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുമായി സർക്കാർ കൂടിയാലോചന നടത്തേണ്ടതായിരുന്നില്ലേ? ഈ സമയം നമ്മൾ സംസാരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് വിദ്യാഭ്യാസ മന്ത്രി അനുമോദിച്ചുകൊണ്ട് ABVP അല്പം മുമ്പ് അനുമോദന കത്ത് വരെ കൈമാറിയത്. അപ്പൊ അത്തരം ഒരു ഘട്ടത്തിൽ നിങ്ങളോട് ചർച്ച ചെയ്യാത്തത് വലിയൊരു വീഴ്ചയല്ലേ? ASF ആ ഒരു വീഴ്ച സംബന്ധിച്ച് രംഗത്തെത്തി ആത്മഹത്യാപരം എന്നാണ് ASF അറിയിച്ചത്. ASFിൻ്റെതായ നിലപാടുണ്ട്. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സർക്കാർ ഞങ്ങളോട് ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച നടത്തിയതാണ് ഒരു ഘട്ടത്തിൽ. അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞതാണ്. ആ അഭിപ്രായത്തിൽ നിന്ന് തെല്ലും ഞങ്ങൾ മാറിയിട്ടില്ല. ആ അഭിപ്രായത്തിൽ നിന്ന് ഞങ്ങൾ മറ്റൊന്നും SFI സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇങ്ങനെ എന്തൊക്കെയോ ഈ പറയുന്ന രീതിയിൽ ദേശീയ വിദ്യാഭ്യാസത്തിൽ SFI ഒരു സമയത്ത് ഉയർത്തിയ വലിയ കൊടിയ വിമർശനങ്ങളൊക്കെ മറന്ന് സംസാരിക്കുന്ന പോലെ തോന്നുന്നു. എന്തായാലും സർക്കാർ ഈ പറയുന്ന NEP-ക്കിടയിലുള്ള ഈ പ്രശ്നമുള്ള ഭാഗങ്ങൾ മാത്രം മാറ്റി നിർത്തി നടപ്പാക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കാം എന്നൊക്കെയാണ് SFI സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അത് ക്ലാരിറ്റിയുള്ള നിലപാടാണോ എന്ന് SFI ആലോചിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.